ബെസ്റ്റ് KSB എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ദേ കറണ്ട് പോയി. ഞാൻ ഇവിടെ കണ്ട് ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ടായില്ല. ആ ആ ആ ഇവിടെ ഉണ്ട്. ഓ കറണ്ട് പോയ അപ്പ തുടങ്ങും ഓരോരുത്തന്മാര് വിളി. എപ്പ വരുമെന്ന്. ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാൻഡ് ഫോണിന്റെ റിസീവർ എടുത്ത് താഴ്ത്തു വെച്ചത്. അപ്പൊ അത് എന്റെ ഫോണിലേക്ക് വിളി തുടങ്ങി. ഇവന്മാരൊക്കെ ചോദിക്കുമ്പോ കറണ്ട് കൊടുക്കാൻ ഞാനാരാണ്? വല്ല ജനറേറ്ററാ? ഹലോ, ഗുഡ് ഈവനിങ് KSB. ഹലോ ആ സാറേ, ഇവിടെ കറണ്ട് പോയി. എപ്പോ വരും? ഓ എടോ ഇവിടെയും കറണ്ട് പോയിരിക്കുകയാണ് സുഹൃത്തെ. അവിടെയും കറണ്ട് പോയാ? ആ അപ്പൊ നമ്മൾ ആരോട് പരാതി പറയും? നിങ്ങളെ ഇടുക്കി ഡാമിൽ വിളിച്ച് പരാതി പറ. അവിടെയാണല്ലോ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്. ഇടുക്കി ഡാമെന്നാണ് വിളിക്കണത്. ഇവിടെ കറണ്ട് ഇല്ല. അങ്ങനെ വരാൻ സാധ്യത ഇല്ല സുഹൃത്തെ. നിങ്ങളല്ലേ കറണ്ട് ഉണ്ടാക്കണത്? ഞങ്ങൾ കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കൊണ്ടുപോണ നിങ്ങളല്ലേ? അതെ, ചിലപ്പോ സാറേ കട്ടായിരിക്കും. കട്ടല്ല, കട്ടതായിരിക്കും. കട്ടായി. ഇതിന് ഇന്നിവിടെ ഒരു തീരുമാനം ഉണ്ടാവണം. നമ്മൾ ഫുട്ബോൾ ആരാധകരാണ്. നമുക്ക് കളി കാണാൻ വേണ്ടി എപ്പോ TV വെച്ചാലും അപ്പൊ ഈ പവർ കട്ടാണ്. ചോദിക്കണം. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങൾക്ക് കളി കാണണം. തീരുമാനം ഉണ്ടായില്ലേ? എന്ത് തീരുമാനം ഉണ്ടായില്ലേ? എങ്ങനെയുണ്ട് എന്റെ അടി? ഏരിയ വിട്ട് പോലെ എടുത്തിട്ട് വാ. നിന്റെ അടി കൊള്ളാം, പക്ഷെ ഞങ്ങൾ അടിയുണ്ട്. അത് നിനക്ക് തടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എന്നെന്തിനാ അടിക്കണത്? എന്തിനാ അടിക്കണെന്ന്? സാറേ, ആ ഞങ്ങളൊക്കെ ഫുട്ബോളിന്റെ ആൾക്കാരാണ്. ഓക്കെ. ഞങ്ങളിപ്പം ഫുട്ബോൾ തുടങ്ങി അന്ന് മുതൽ ഞങ്ങൾ അർദ്ധരാത്രി ഇരുന്ന് കളി കാണുന്ന ആൾക്കാരാണ്. ആയിക്കോട്ടെ. കളി കാണാൻ TV വെച്ചാൽ അപ്പൊ കറണ്ട് പോകും. സുഹൃത്തെ, ഞാനല്ല കറണ്ട് കളയണത്, മോളിന്ന് കളയണതാണ്. അവനെ വിളിയടാ, ഇരിക്കുന്നവരെല്ലാം കാണുന്നുണ്ടാ. നീ പാടാ. ആരോട് വിളിക്കണത്? പിന്നെ മോളിലാന്ന് പറഞ്ഞു. എടോ ഇടുക്കി ഡാമിൽ വരെ കറണ്ടില്ല. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ചുമ്മാ. അതെ, നിങ്ങളെ കറണ്ട് ബില്ല് മേടിക്കാൻ നല്ല മിടുക്കന്മാരാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം വേറെ സംഭവം ഉണ്ടായി. എന്റെ വീടിന്റെ ഉള്ളടത്ത് കറണ്ട് ബില്ല് കണ്ടപ്പോ അയാൾക്ക് ഷോക്കായി. എന്നിട്ട് പിന്നെ ആശുപത്രി കൊണ്ടുപോയി ഷോക്ക് അടുപ്പിച്ചു. കറണ്ട് ബില്ല് കണ്ടപ്പോ ഷോക്കായല്ല. ആ കറണ്ട് തന്നെ അടുപ്പിച്ചപ്പോഴാ ആ ഷോക്കങ്ങ് മാറിയത്. ഇതാണ് പറഞ്ഞ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറങ്ങി. ഞങ്ങള് ഫുട്ബോളിന്റെ ആരാധകരാണ്. അതെ, നിങ്ങൾ ഫുട്ബോൾ ഈ ലോകകപ്പ് തുടങ്ങി എനിക്ക് തലവേദനയാണ്. ഇന്നലെ വിളിച്ചു ഒരുത്തന്നെ ഒരാവശ്യമായിട്ട് കറണ്ട് പോയെന്ന് പറഞ്ഞ എന്റെ തള്ളക്ക് വിളിച്ച്. ഇതാരടാ ഈ ലോകകപ്പ് ഒക്കെ നടത്തുന്നത്? എന്ത് ചതിയാണോ? പറഞ്ഞപ്പോ അങ്ങനെ അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ക്ഷമനെ പരീക്ഷിക്കരുതട്ടാ. ക്ഷമക്കൊരു പരിധിയുണ്ട്. കാര്യങ്ങൾ നമ്മൾ ചോദിച്ചപ്പോഴല്ല എനിക്കറിയാം, ഇവനെയൊക്കെ നേരിടാൻ എനിക്കറിയാം. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, ഇതാരാണ് എന്താണ് നമ്മളിപ്പോ പറഞ്ഞു വന്ന് ലോകകപ്പിന്റെ കാര്യമാണ്. ഈ ലോകകപ്പ് ആരാ നടത്തണെന്ന് പറഞ്ഞത്? വേണ്ട, നമ്മൾ വീട്ടിൽ പോയാലും നടക്കൂല. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് TV വെക്കുമ്പോഴായിരിക്കും കറണ്ട് പോണത്. അവിടെ കറണ്ട് ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? അതൊരു സത്യം ഉണ്ടാ. എല്ലാ ലൈനും വന്നിട്ടില്ല, ചില ലൈൻ ഇനിയും വരാനുണ്ട്. എന്റെ ലൈൻ വന്നിട്ടുണ്ട്. ഈ ലൈനിന്റെ കാര്യമല്ലോ പറഞ്ഞത്. ഞാൻ കറണ്ടിന്റെ ലൈനിന്റെ കാര്യമാണ്. അത് തന്നെ ഞാനും പറഞ്ഞത്. എങ്ങനെയെങ്കിലും TV കാണാനുള്ള വകുപ്പ് ഒപ്പിച്ചു തരാം. കറണ്ട് തരുവോ? ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾ ആരാധകരാന്ന് പറഞ്ഞില്ലേ? ഞാൻ അർജന്റീനയുടെ ആരാധകൻ. ഞാൻ ഫ്രാൻസിന്റെ ആരാധകനാണ്. ഞാൻ ബ്രസീല്. പക്ഷെ ഇന്നലെ അർജന്റീന ഇച്ചിരി ഫെയിൽ ആക്കി. ആര് പറഞ്ഞു? നീ ശ്രദ്ധിക്കാനാണ്. സെമി അറിയോ? സെമിയാ? തല്ലുണ്ടാക്കണ്ട. ബ്രസീലെ കപ്പ് കൊണ്ടുപോകും. ഒലക്ക ബ്രസീൽ അർജന്റീന ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേട്ടാ. ഇതൊരു സ്ഥാപനമാണ്, KSBയുടെ സ്ഥാപനമാണ്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ട്. നിങ്ങൾ പോ. ഞങ്ങൾക്ക് കറണ്ട് തരുവോ? കറണ്ട് തരുമെന്ന്. അല്ല, ചേട്ടൻ ആരുടെ ഫാനാ? ഞാൻ റൊണാൾഡോ. റൊണാൾഡോയാണോ? കൂടെ ഞാനും സമ്മതിക്കണം കേട്ടോ. റൊണാൾഡോയാണ്. 41 വയസ്സായി. പുള്ളി ഇപ്പോഴും കളിക്കളത്തെ കിടന്ന് ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയാണ്. കളിയോട് കളി. അതാണ് ഞാൻ ആലോചിക്കണത്. പുള്ളിക്കാരനൊക്കെ എന്ത് ഭാഗ്യവാനാണല്ലോ. അതെ അതെ. 40 വയസ്സായിട്ടും പുള്ളകളി വരാണ്ട് ഇപ്പോഴും അതിനെ കളിച്ചു പിടിക്കാനായിട്ട് കുറെ പേര്, ഒരുപാട് ആരാധകർ, ഒരുപാട് കാശ്. ഞാനൊക്കെ 18 വയസ്സായപ്പോ എന്റെ അച്ഛൻ പറഞ്ഞ പണിക്ക് പോടാന്ന്. ഞാൻ പറഞ്ഞ അച്ഛൻ ഞാനൊന്നും കളിച്ചോട്ടെ.
അപ്പ എന്നെ ചൂരിലെടുത്തിന്റെ ചന്തിക്കിട്ടതല്ലേ ആ പാടി ഇപ്പോഴും കിടപ്പുണ്ട് കാരണം ആട്ടെ. ആഹാ ഈ ഫുട്ബോൾ കളി കാണാൻ ഇത്ര തിരക്കില്ല എന്താ ചേട്ടാ നെയ്മറിന്റെ അടി കണ്ടിട്ടുണ്ടോ? അടി കണ്ടിട്ടുണ്ടെന്നാ ആ. ഒന്നൊന്നര അടിയല്ലേ അത്. അയ്യോ. എന്റെ പൊന്നോ ഇനി കാണുമ്പോ പറഞ്ഞോട്ടാ ഇതിന് വെള്ളം ചേർത്ത് അടിക്കാൻ പറ അല്ലെങ്കിൽ അവന്റെ കൂമ്പ് കഴിഞ്ഞു. ആരുടെ പറയണ എന്റെ നെയ്ബർ തന്റെ നെയ്മറിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. നെയ്മർ കളികാരൻ, ബ്രസീലിന്റെ നെയ്മർ. അത് മനസ്സിലാവണ്ടേ? ഇയാള് വലിയ ഫുട്ബോൾ ആരാധകനാണെന്ന് പറഞ്ഞു. അതല്ല നമ്മള് കളിയൊക്കെ നമുക്കറിയാവുന്ന കേസാണ്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ നിന്റെ വീട്ടിൽ അമ്മ എന്തോ പ്രശ്നം ഉണ്ടാക്കിയാൽ എന്തായിരുന്നു? പഴക്കാരൻ എന്തിന്? എന്റെ അപ്പാപ്പന് മരുന്ന് മേടിക്കാൻ പറ്റുന്ന കാശെടുത്ത് ഞാൻ എംബാപ്പയുടെ ഫ്ലെക്സ് കൊണ്ട് ചോദിച്ചു. ആഹാ അത് ശരി. അപ്പാപ്പന് മരുന്ന് മേടിക്കേണ്ട കാശ് കൊണ്ട് എംബാപ്പയുടെ ഫ്ലക്സ് വെച്ചാ. ആ. അപ്പൊ അപ്പാപ്പനോ? അപ്പാപ്പന് ഇപ്പൊ സുഖമായിട്ട് AC റൂമിൽ കിടക്കൂല്ലേ, ആഹാ ICUല്. എനിക്ക് അപ്പാപ്പനല്ല പോലെ എന്റെ എംബാപ്പയാണ്, അത് ഞാൻ വിട്ടുകൊടുക്കൂല. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ. എടാ എവിടെയാടാ ഈ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത്? അമേരിക്ക, കാനഡ. അമേരിക്ക കാണടാ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടേക്കല്ല, ഞാൻ എങ്ങനെ പോയി കാണാനാണ്? ഓ അമേരിക്ക, കാനഡ, പിന്നെ മെക്സിക്കോ. ആ 3 സ്ഥലത്താണെന്നാ പറഞ്ഞത്. 3 രാജ്യത്ത് കിടപ്പെട്ട ആ. ഭാഗ്യമുള്ള അവിടെയൊക്കെ പോയി കളി കാണാന്ന് പറഞ്ഞു അതെ, 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 കഴിഞ്ഞാൽ അതെ. എന്റെ ഒരു ആഗ്രഹമാണ്, നമ്മളൊക്കെ ചാവണേക്ക് മുമ്പ് ഇന്ത്യ ലോകകപ്പ് കളിച്ച് കാണുമോ? പക്ഷെ ഇന്ത്യ ലോകകപ്പിൽ ടീമില്ലെങ്കിലും ഉണ്ടല്ലോ, ആ. ഇന്ത്യക്കാരൻ കളിക്കുന്നുണ്ട്. പിന്നെ അതും അത് കേരള- മലയാളി. ആ മലയാളിയാ? ആ എവിടാ? ഖത്തറിന് വേണ്ടിയിട്ട്. എന്തും മനുഷ്യനാണ് അവനൊക്കെ. കേവലം ഒരു അത്തറിന് വേണ്ടിയിട്ട് വേറെ ആൾക്ക് വേണ്ടി കളിക്കണം. എടാ, എത്ര അത്തർ നമ്മൾ മേടിച്ചു കൊടുക്കും? ചേട്ടാ ഖത്തറല്ല, ഖത്തർ രാജ്യം, ഖത്തർ. ആ, ഖത്തറിന് വേണ്ടി കറണ്ട് നമ്മൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു സോളാർ അങ്ങോട്ട് ഫിറ്റ് ചെയ്യ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല, ആവശ്യത്തിലേറെ കറണ്ട് കിട്ടും. നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി KSBക്ക് താ, ഞങ്ങൾ എടുത്തോളാ. നാണാവൂല്ലേ സാറേ ഈ ചിത്രം പറയാനായിട്ട്? കുറച്ചൊരു ഉളുപ്പില്ലേ? എന്തേ? ഞങ്ങൾ സോളാർ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് അത് ഞങ്ങൾ കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട് ഞങ്ങൾ എടുത്തിട്ട് മിച്ചോണ്ട് നിങ്ങൾക്ക് തരാം, നിങ്ങൾ എടുത്തോളാം. എന്നാ പിന്നെ നിങ്ങൾക്ക് സോളാർ മേടിച്ച് വെച്ചാ പോരെ, എന്നിട്ട് അതിൽ ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിട്ട് വേണം ഞങ്ങൾ. എടാ ചുമ്മാ വേണ്ട, സബ്സിഡി തരും. ഒറ്റ ഇടി തരും സബ്സിഡി. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എവിടെ നിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കണം? മൂലമറ്റത്തുനിന്ന്. ഓഹോ, ആ മറ്റൊന്നൊക്കെ കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുമല്ലേ? ഇവിടെ പവർ ഹൗസ് ആണ്. ആ ഓരോ പേരാണ് ഇതിന്. പക്ഷെ എന്നാലും എന്നാ പിന്നെ നമുക്ക് കറണ്ട് ബില്ല് അടക്കേണ്ട കാര്യമില്ലല്ലോ. എടാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, എടാ തൊടുപുഴ മൂലമറ്റ പവർ ഹൗസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോറി, ഞാൻ കുറെ കാട് കയറി. ഞാനോർത്തിനി നമ്മൾ ഓരോ പുരുഷനും ഓരോ ആൾക്കാരും ഇങ്ങനെ കറണ്ട് ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ എന്തിനാ ഈ KSBC എന്ന് ചിന്തിച്ചു പോയി. അങ്ങനെ My mistake. അതെ അതെ, ഈ കണ ഉണ വർത്താനം പറയാതെ നമ്മൾ വന്ന് എന്തിനാണ്, അതിനൊരു തീരുമാനം ഉണ്ടാകും. അതാണ് പോയി. ഒരു പണി ചെയ്യാം. കളി കാണണം. ആ, അത് ഇനി കളി നടക്കുമ്പോ കരണ്ട് പോയരുത്. ആ. ഇനി കളി നടക്കുമ്പോ കരണ്ട് പോയാ അടിച്ച് ഇയാളുടെ കയ്യും കാലും ഞങ്ങൾ തല്ലിയൊടിക്കും. അത് വന്നത്. ആഹാ, കയ്യാങ്കളിയായ എന്നെ തൊടോ? എടാ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഞാൻ പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞാലല്ല പോലീസുകാരിങ്ങ് വരും, ജലപീരക്കിയൊക്കെ വെക്കും. നീയൊക്കെ ചെളിവെള്ളത്തിൽ നിന്ന് നനഞ്ഞു കുളിക്കത്തേ ഉള്ളൂ. ഹലോ, ചെളിവെള്ളം പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കല്ലേ. ചെളിയിൽ കിടന്ന് ഫുട്ബോൾ കളിച്ച് വളർന്നവരാ ഞങ്ങള്. ആ. ആ. പിന്നെ അഥവാ ചെളിവെള്ളം വാങ്ങാനും അച്ഛൻ ഞങ്ങളുടെ മേത്ത് ജലപീരങ്കി പ്രയോഗിച്ച ഞങ്ങൾ അതൊരു കുപ്പിയുടെ അകത്താക്കി ഞങ്ങളുടെ നേതാവിന്റെ കൊടുക്കും. എന്നാ സംഭവിക്കണം എന്ന് അറിയാൻ പറ്റുമോ? ഈ ചെളിവെള്ളത്തിന്റെ കുപ്പിയായിട്ട് നിങ്ങളുടെ നേതാവ് നിയമസഭയിൽ ചെന്ന് അത് ഉയർത്തി കാട്ടിയിട്ട് ചെളി അടിക്കും. അത്രയാണ് പോയി. ദേ, 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 ഞങ്ങള് ഇപ്പൊ ഇവിടെ ഇരുന്ന് ഞങ്ങള് TV-യിൽ കളി കാണും. അതിന് TV ഇല്ല പെണ്ണും പുള്ളേ. TV ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ മൊബൈലിൽ കളി വെച്ചിട്ട് ഞങ്ങൾ ആ കളി ആസ്വദിക്കും. പക്ഷെ ഞങ്ങൾ വഴക്കിനും വക്കാടത്തിനൊന്നുമില്ല. ഞങ്ങൾ നിങ്ങളുടെ ബോർഡിനെതിരെ ശക്തമായി പ്രതികരിക്കും. അല്ല, എനിക്ക് ഞാനും കളി കണ്ടിട്ടില്ലേ. നിങ്ങൾ കളി ആസ്വാദനല്ല, കളി കാണണം. കറണ്ട് ഇല്ലാത്തതാ ഏയ്! കളി കാണാല. കളി കാണണം. പ്രതിഷേധം, ഞങ്ങളുടെ പ്രതിഷേധം. കളി കൊണ്ടുണ്ട് ഞങ്ങളുടെ അടിയടാ. കളത്തിൽ അടിയടാ. അടി. അടി. എടാ, തിരിഞ്ഞടിയടാ, പൊട്ടാ. എടാ, അടിയടാ. ഇവനെന്താണ് വല്ല മൂലക്കുരു ഉണ്ടാ? ആവേശം, ആവേശം. അടി. കളിയുടെ ആവേശം. അടിയടാ. ആ. ഓ. അയ്യോ! അർജന്റീന അടിക്കൂടാ, ഫ്രാൻസ്. ഫ്രാൻസ് അർജന്റീന അടിക്കാനായ. കളി ആവേശം. ഈ കളി അവിടുന്ന് തൊട്ടെ. കളിയുടെ ആവേശമാണ് കളിയുടെ ആവേശം. എന്നെ തിരിച്ചിട്ട് പാടില്ല. ഫ്രാൻസ് പറ. എന്തുവാ ഇത്? തല്ലുണ്ടാക്കലേ. എന്താ തല്ലുണ്ടാക്കല്? തല്ലുണ്ടാക്കലേ. എന്നെ ചവിട്ടില്ലേ? എന്നെ തള്ളു. അർജന്റീന ആളെ ചവിട്ടാൻ അത്ര പറ്റുമോ? അവരെ ചവിട്ടാൻ പാടില്ല. എടാ നിർത്തടാ. നാണാവൂലടാ അമേരിക്കയിൽ നടക്കണ കളി എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് തമ്മി തല്ലി തലകീറാനായിട്ട്. നിനക്കൊക്കെ എന്തെങ്കിലും ആപത്ത് പറ്റി, നിന്റെ കയ്യാ കാലം ഒടിഞ്ഞ് നീ ആശുപത്രിയിലായി കഴിഞ്ഞാല് മെസ്സി വരുവാടാ നിനക്ക് ആശുപത്രിയിൽ ഉച്ചക്ക് ചോറ് കൊണ്ട്.
വരുമോ? നെയ്മർ വന്ന് നിന്റെ ആശുപത്രി കിടക്കൽ കൂട്ടിരിക്കോടാ. റൊണാൾഡോ നിനക്ക് വീട്ടിലേക്ക് പൈസ അയച്ചു തരോടാ. ഉമ്മ വെച്ച് കളിക്കണം എന്തായാലും പറയും. എടാ, ആരാധന വേണം, പക്ഷെ അത് അന്ധമായിട്ട് അമിതമാവരുത്. മനസ്സിലാവണ്ട? ലാസ്റ്റ് അടിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലല്ലേ? ഒന്നും കിട്ടിയിട്ടില്ല. എന്നാ പിന്നെ ഇതേട്ടൊരു അടി അടിച്ചോട്ടെ. അടിച്ചോ. അതല്ലേ Aquastar പാത്തികളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.